വരത്തില്ലേ? പൂര ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എൻ്റെ ലീവിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ അതിരാവിലെ ഒരു 9:30-10 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ടാണേ. ചേച്ചിക്ക് എന്നെ അവിടെ ആക്കിയിട്ട് വേണം ചേച്ചിയുടെ യോഗ സെൻറ്ററിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഇതാണ് ചന്ദ്രാമ്മ. അമ്മ എന്നോട് ചോദിക്കുകയാണ്, കൊച്ചെന്നാ പോകുന്നേ, പോകുമ്പോൾ എന്നാ കൊണ്ടുപോകാൻ വേണ്ടത്, തേങ്ങ എടുക്കട്ടെ, ചക്ക കൊണ്ടുപോകാൻ വേണ്ടേ, ചേമ്പ് വേണ്ടേ. എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോഴത്തേന് എനിക്ക് അമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തന്നു വിടും കേട്ടോ. പിന്നെ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ വരത്തില്ലേ പൂരത്തിന്? അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്നാണ് പൂരം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചേച്ചി എന്നോട് പറഞ്ഞേൽപ്പിച്ച് എന്നാന്ന് വെച്ചാൽ കിച്ചുക്കുട്ടനുമായിട്ട് ഞാൻ തുണിക്കടയിലോട്ട് പൊക്കോ, ചേച്ചി അങ്ങോട്ട് വന്നേക്കാന്ന്. എന്താ കാര്യം എന്നല്ലേ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സൊന്നും ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ധൃതി പിടിച്ച് കുറച്ച് ദിവസത്തെ അവധിക്ക് പോയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇവിടുന്ന് ഡ്രസ്സൊന്നും കൊണ്ടുപോയുമില്ല. മാത്രവുമല്ല, പിന്നെ അവിടെ കൊണ്ടുപോയ ഡ്രസ്സൊന്നും ഈ ചൂടത്ത് എനിക്കോട്ട് ഇടാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചേച്ചിയുടെ ഒരു പഴയ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്ന് കുറേ ഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഡ്രസ്സും മാറി. ഇനി പിന്നെയാണെങ്കിൽ അച്ഛയുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടി ഇടാനായിട്ട് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അപ്പം ഞാനും കിച്ചൻകുട്ടനോടെയല്ലേ അങ്ങോട്ട് പോയത്. അങ്ങനെ പിന്നെ ചേച്ചി യോഗ സെൻറ്ററിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ വേറെ എന്താ പരിപാടി എന്നല്ലേ, ഈവനിങ് ആയപ്പം ചേച്ചിക്ക് ഫൈനൽ പ്രാക്ടീസ് ഉണ്ട്. എന്തിൻ്റെ? അവരുടെ തിരുവാതിരകളിൽ നിന്നാണോ കൈകൊട്ടിക്കളിയിൽ നിന്നാണോ പറയുക ആവോ, എന്തോ അതിൻ്റെ ഫൈനൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതാണെങ്കിൽ അമ്പലത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാനും അങ്ങോട്ട് കൂട്ടിന് പോയി. ഈ തിരുവാതിരകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ കൂടെ തിരുവാതിര കളിക്ക് കൂടണമെന്ന്. പക്ഷേ ഞാൻ വരും ലീവ് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ആദ്യമേ തൊട്ടിരുന്നു. പക്ഷേ എനിക്ക് ലീവ് കിട്ടിയില്ലല്ലോ, അങ്ങനെ എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ആ തിരുവാതിര കളിയുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേന് ചേച്ചിക്ക് തിരുവാതിരകളിക്ക് സെറ്റ് കൊണ്ടു കൊടുക്കാൻ ഹെൽപ്പൊക്കെ ചെയ്ത് ഞാൻ അങ്ങ് ലേറ്റായിപ്പോയി. അമ്പലത്തിലാണെങ്കിൽ ഇന്നാണ് കൊടംപൂജ നടത്തുന്നത്. നാളെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പൂരം. അപ്പം ഇന്ന് തലേദിവസമാണ് കൊടംപൂജ. അപ്പോൾ കൊടംപൂജയ്ക്ക് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. ഉണ്ണിക്കുട്ടനും ദേവക്കുട്ടനും ആണെങ്കിൽ അപ്പച്ചയുടെ അച്ഛമ്മയുടെ അടുത്തായിരുന്നു. അവർ നേരത്തെ വന്ന്, പക്ഷേ അടുത്ത് കിടക്കുന്ന ഞാനാണ് എത്താനായിട്ട് ലേറ്റായത്. അങ്ങനെ വന്ന് കൊടംപൂജയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഷോർട്സിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടംപൂജയും കഴിഞ്ഞ് ഹിമചേച്ചിയുടെ ഒക്കെ തിരുവാതിരകളിയും തുടങ്ങി. ഇതാണെങ്കിൽ ഒരുപാട് സമയം എടുത്താണ് കേട്ടോ. അവർ ഓൾമോസ്റ്റ് 1 hour 1.5 hours ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. കുറേ സമയം എടുത്തു. ഇവർ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എനിവേ എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇത്രയും സമയം ലീവ് കിട്ടിയില്ല, ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പറ്റുമെന്ന് കരുതി അച്ഛയും ചേച്ചിയൊക്കെ ആണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു സെറ്റും മുണ്ട് വാങ്ങിച്ചൊക്കെ വെച്ചായിരുന്നു. അതാണ് ഞാൻ ഇന്നലത്തെ ദിവസത്തെ നമ്മുടെ തീയാട്ടിന് ഞാൻ ഉടുത്തത്. എന്നായാലും എനിക്ക് അറ്റ്ലീസ്റ്റ് നാട്ടിൽ പോയി ഇതൊക്കെ കാണാനും കൂടാനും പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. തിരുവാതിരയ്ക്കും കൂടെ ചേരാൻ പറ്റുമായിരുന്നു, അതിലും വലിയ സന്തോഷമായേനെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, എല്ലാം കൂടെ ഓടിപ്പോണ്ടേ. ലീവ് കിട്ടില്ല, എന്ത് ചെയ്യാം. ലീവിന് വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചാണ്, പറ്റിയില്ല. ഓക്കെ, സാരമില്ല, നമുക്ക് അടുത്ത വർഷത്തെ തിരുവാതിരകളിക്ക് ചേരാൻ ഇപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ഞാനും ഉണ്ടെന്ന്. ഇവരെല്ലാം കൂടെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇനി ഭയങ്കര കൊതിയായിപ്പോയി. പണ്ട് ഞാനും രണ്ടാമത്തെ ചേച്ചിയായിരുന്നു കേട്ടോ അമ്പലത്തിലും എല്ലാ പരിപാടികൾക്കൊക്കെ ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി മൂത്ത ചേച്ചിയായി എല്ലാ കാര്യങ്ങൾക്കും ചേരാനായിട്ട്. ചേച്ചിയാണ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ് ആകാനായിട്ട് ചേച്ചിക്ക് പറ്റുന്നത്, സമയവും സാഹചര്യവും കൊണ്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ തിരുവാതിരകളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് അമ്പലത്തിലാണെങ്കിൽ കഞ്ഞി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചു കേട്ടോ. ഉണ്ണിക്കുട്ടൻ അന്നേരത്തേന് ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. കൊടംപൂജ കഴിഞ്ഞപ്പോഴേ ഉണ്ണിക്കുട്ടൻ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഉണ്ണിക്ക് ഉടക്കായിരുന്നു. വീട്ടിൽ പോകണം എന്നും പറഞ്ഞു. ഇന്ന് ഉണ്ണി ഉടക്കിയാലും ഞാൻ കുറച്ച് സപ്പോർട്ട് ചെയ്തങ്ങ് കൊടുക്കും. കാരണം എന്നാന്ന് വെച്ചാൽ നാളെ രാവിലെ നമുക്ക് എണ്ണക്കുടമുണ്ട്. കാരണം ഉണ്ണിക്കും ദേവുവിനും നമ്മൾ എണ്ണക്കുടമാണ് എടുക്കുന്നത്. മഞ്ഞക്കുട ആണെങ്കിൽ അവർ പകൽ നമ്മൾ കുടത്തിന് കൊണ്ടുപോവുകയൊക്കെ വേണം. അപ്പോൾ അവർ കൊച്ചായതുകൊണ്ട് നമ്മളതിന് എണ്ണക്കുടമാണ് രാവിലെ എടുത്ത് അതങ്ങ് തീർക്കുക, അങ്ങനെയാണ് ചെയ്യാറ്.
അപ്പം ഉണ്ണിയോട് ഉടക്കി കഴിഞ്ഞാൽ ഉണ്ണി എങ്ങാനും അപ്പയുടെ കൂടെയോ അപ്പച്ചയുടെ കൂടെയോ എങ്ങാനും പോയെങ്കിലോ എന്ന് കരുതി ഞാൻ ഉണ്ണീനെ മയത്തിൽ പറഞ്ഞ് എല്ലാം റെഡിയാക്കി. ഇപ്പം പേമലയായിട്ട് തിരുവാതിര കഴിയുമ്പോൾ വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചേക്കാണ്. ഈ തിരുവാതിര കഴിഞ്ഞിട്ടാണ് താലപ്പൊലി വരുന്നത്. താലപ്പൊലി എടുത്ത് ഇതൊക്കെ എടുക്കുമ്പോൾ ശരിക്കും മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. കുറേ വർഷം കൂടി ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടേ. താലപ്പൊലിയും കഴിഞ്ഞിട്ട് പിന്നെ തീയാട്ടുണ്ട്. ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരിലാണ് തീയാട്ട്. നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ നേരുന്നതാണ് കേട്ടോ. ഇന്നലത്തെ നമ്മുടെ പേരിലുള്ളതായിരുന്നു. അങ്ങനെ ഇന്നാണ് നാളെയാണ് നമ്മുടെ പൂരം. അപ്പം ഇത് ഇന്നത്തെ തീയാട്ടൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അമ്പലത്തിലെ വക തീയാട്ടാണ്. അങ്ങനെ നമ്മുടെ പൂരം നാളെ കൊണ്ട് തീരുവാണ്. പൂരം കൂടണമെന്നും പറഞ്ഞ് ഇരുന്ന് ആഗ്രഹിച്ച് ആശിച്ച് മോഹിച്ച് ഞാൻ നാട്ടിലെത്തിയതാണ്. എന്തോ അറിയില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു വരണമെന്നും. പക്ഷെ ഇത്രയൊക്കെ എനിക്ക് വരാൻ പറ്റി, കൂടാൻ പറ്റി. ഇപ്പം ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേന് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ സമയത്ത് പെട്ടെന്ന് ലീവ് കിട്ടി പോകാനായിട്ടും ടിക്കറ്റിനാണ് നല്ല റേറ്റ് ആയിരുന്നു. നാട്ടിൽ പോകാൻ നേരം അമ്മയ്ക്കും പിള്ളേർക്കും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ കാരണം എനിക്ക് ലീവ് കിട്ടുമോ ഇല്ലെന്ന് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉണ്ണിക്കുള്ള കഞ്ഞിയും എടുത്തുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. കാരണം ഉണ്ണി വീട്ടിൽ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും പിള്ളേരും എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഉണ്ണീനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ചിന്തിക്കടയിൽ ഉണ്ണിക്ക് തോക്കും പൊട്ടാസും വേണമെന്ന്. ഉണ്ണിമോൻ ഇന്നിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ മേടിച്ചു കൊടുക്കും. കാരണം എന്നാന്ന് വെച്ചാൽ നാളെ രാവിലെ 5 മണിയൊക്കെ കഴിയുമ്പോൾ അമ്പലത്തിൽ വരണം. അത് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നില്ലെങ്കിൽ രാവിലെ വരവ് ഭയങ്കര പാടായിരിക്കും. അപ്പച്ചനോട് എങ്ങാനും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോയല്ലോ എന്ന് കരുതി ചിന്തിക്കടയിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ.